ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഈ വീഡിയോ ഫുള്ള് കാണാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് നമ്മൾ മോക്ക് ടെസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ 5 മിനിറ്റ് എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിച്ച് പോവാം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ പറഞ്ഞു പോവുക. ഇതിൻ്റെ ലാസ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആൻസേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പേജും ആദ്യം ഞാൻ കാണിച്ചു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവുക. ഇനി അഥവാ എൻ്റെ കൂടെ പഠിച്ചു വരുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഫുള്ള് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മലയാളത്തിൻ്റെ പ്രീവിയസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള 20 ചോദ്യങ്ങളാണ്. ആദ്യമേ നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ഒരു 5 മിനിറ്റ് നോക്കിപ്പോവാം. അതിന് മുമ്പ് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. മലയാളത്തിൻ്റെ സിലബസ് നോക്ക്. പദശുദ്ധി, ഒറ്റപ്പദം, പര്യായം, സമാനപദം, വിപരീത പദം, സ്ത്രീലിംഗം, പുല്ലിംഗം, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, വാക്യശുദ്ധി, ശൈലികൾ, വചനം, ഘടകപദം, പഴഞ്ചൊല്ലുകൾ, സംഗ്രഹണം, വിപുലനം, ഭാഷാ പദപരിചയം, പരിഭാഷ. ഇതാണ് ബേസിക് ആയിട്ടുള്ള മലയാളത്തിൻ്റെ PSCയുടെ സിലബസ്. പിന്നെ ഇതിൻ്റെ കൂടെ KSന് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. ഖണ്ഡിക തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഇതും കൂടെ KSന് വരുന്നുണ്ട്. അപ്പോൾ അതും KS പരീക്ഷ എഴുതുന്നവർക്ക് കൂടുതലായിട്ട് പഠിച്ചിരിക്കുക. സിലബസും ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ചോദ്യം നമുക്ക് നോക്കിപ്പോൾ. താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം കണ്ടെത്തുക. വ്രീളത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടെത്തുക. അടുത്ത ചോദ്യം അവഗാഹം, അറിവില്ലായ്മ, ആഴത്തിലുള്ള അറിവ്, അടിത്തട്ട്, അസംബന്ധം. ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പെട്ടെന്ന് ചെയ്തു പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം രാത്രിയുടെ അർത്ഥം. ഇതെല്ലാം അർത്ഥം എഴുതാനാണേ. രജനി, മയൂഖം, കോകിലം, രസാലം. അടുത്ത വരാളം അതെന്താണെന്ന് എഴുതണം. നഭസിൻ്റെ അർത്ഥം ഇതിലുണ്ട്, അത് എഴുതുക. അടുത്ത് താഴെ തന്നിരിക്കുന്ന ശൈലികളുടെ ശരിയായ വിവർത്തനം എഴുതുക. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഇതിൻ്റെ അർത്ഥം ABCD ഏത് ഓപ്ഷനാണെന്ന് നോക്കി എഴുതുക. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗെദർ. അതിൻ്റെ മലയാളം അർത്ഥം എഴുതുക, വിവർത്തനം. അടുത്ത് നോക്കൂ. ബേർഡ്സ് ഐ വ്യൂ അതിൻ്റെ അർത്ഥം എഴുതുക. ബ്രൂട്ട് മെജോറിറ്റി എന്ന് പറയുമ്പോൾ അറിയാം. ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം, ഭയങ്കര ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം. ഉത്തരം അറിയാവുന്നവരെ എഴുതുക. അടുത്ത് ബീറ്റ് ദ അയൺ വൈൽ ഇറ്റ് ഈസ് ഹോട്ട്. അതിൻ്റെ വിവർത്തനം കണ്ടെത്തുക ഓപ്ഷനിൽ നിന്ന്. ശരിയായ പദം എടുത്തെഴുതുക. 11ാമത്തെ ചോദ്യം, ശരിയായ പദം എടുത്തെഴുതുക. യശശരീരം എന്നാണ് വാക്ക്. അപ്പോൾ ഇതിലേതാണ് ശരി എന്നുള്ളത് കണ്ടെത്തി എഴുതുക. അടുത്തത് സൂത്രം എന്ന പദത്തിൻ്റെ അർത്ഥമല്ലാത്തത് ഏത്? സൂത്രം, ചരട്, കൗശലം, ഗൃഹം, യന്ത്രപ്പണി. അടുത്ത 13ാമത്തെ ചോദ്യം, ഓടുന്നവൻ എന്ന പദം പിരിക്കുമ്പോൾ. ഓടുന്നവൻ അറിയാലോ, ഓടുന്ന പ്ലസ് അവൻ, ഓടുന്ന പ്ലസ് അൻ, ഓടുന്ന പ്ലസ് വൻ, ഓടു പ്ലസ് ന്നവൻ. ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. 14ാമത്തെ ചോദ്യം നോക്കൂ. കണ്ണീർ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം ഏതെന്നാണ് ചോദിച്ചത്. കണ്ണീർ, അശ്രു, മിഴിനീർ, നയനാമ്പു, രോദനം. അപ്പം അറിയാവുന്നവർ എഴുതുക. അടുത്ത 15, ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഭൂഷണത്തിൻ്റെ വിപരീത പദം എഴുതുക. അടുത്തത് 16ാമത്തെ ചോദ്യം നോക്കൂ. തെറ്റായ പദം കണ്ടെത്തുക. തെറ്റായ പദം ഇതിലേതാണ്? കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ സെൻറ്റൻസ്. അതിൽ തെറ്റായ വാക്ക് ഏതാണെന്ന് കണ്ടെത്തുക. 17ാമത്തെ ചോദ്യം, പാട്ടുകാരനാണ് യേശുദാസ്. അപ്പം അതിൽ അനുഗ്രഹീത എന്നുള്ളതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പദം എന്നാണ് ഇതിലെ ചോദ്യം. അറിയാമല്ലോ, അനുഗ്രഹീത. ഇതിലേതാണ് ശരിയെന്ന് കണ്ടെത്തുക. അടുത്തത് പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? പ്രതിനിധി ആയിരിക്കുക എന്ന് വെച്ചാൽ അതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിനിധീകരിക്കുക, പ്രതിനിധാനം ചെയ്യുക, പ്രതിനിധവൽക്കരിക്കുക, പ്രതിനിധാനീകരിക്കുക. ഉത്തരം എഴുതണേ. 19, ശരിയായ വാക്ക് ഏത്? സ്വൈര്യം, സമ്രാട്ട്, സൃഷ്ടാവ്, സന്തുഷ്ടം. അപ്പോൾ അതിലൊരു വാക്ക് ശരിയാണ്. അപ്പോൾ അത് ഏതെന്ന് കണ്ടെത്തുക. അതിജാതൻ എന്ന പദത്തിൻ്റെ അർത്ഥം അധികമായി ജയങ്ങൾ നേടുന്നവൻ, ആദ്യം ജനിക്കുന്നവൻ, മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവൻ, ചീത്തപുത്രൻ. ഇതിൽ 20 ചോദ്യങ്ങൾ നമ്മൾ കാണിച്ചു. അപ്പോൾ 20 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് ഇതിൻ്റെ അവസാനം ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു സ്ലൈഡ് വെച്ചിട്ടുണ്ട്. അതും കൂടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്നത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലാസ്റ്റ് ചെല്ലുമ്പോൾ ഒരു സ്ലൈഡ് കാണാം. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഉത്തരങ്ങളുണ്ട്. അത് നോക്കി നിങ്ങൾ ശരി തെറ്റ് നിങ്ങളുടെ ഏതാണ് തെറ്റായതെന്ന് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോകണം. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം കണ്ടെത്തുക എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് വ്രീളം എന്ന പദത്തിൻ്റെ അർത്ഥം വ്രീളമാണ് ലജ്ജയാണ് എന്ത്? വ്രീളത്തിൻ്റെ അർത്ഥം. അടുത്ത് നോക്കൂ. അവഗാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴത്തിലുള്ള അറിവാണ് അവഗാഹം എന്ന് പറഞ്ഞാൽ. ആഴത്തിലുള്ള അറിവ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം.
മൂന്നാമത്തെ ചോദ്യം നോക്കൂ. രാത്രിയുടെ അർത്ഥമാണ് ചോദിച്ചു തന്നിരിക്കുന്നത്. രജനി, മയൂഖം, കോകിലം, രസാലം. ഏതാ? രജനിയാണ് രാത്രിയുടെ അർത്ഥം. രജനി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. വരാളം. സിംഹം, പാമ്പ്, കുതിര, കുറുക്കൻ. ഏതാ? പാമ്പാണ് വരാളം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പിന്റെ മറ്റ് പര്യായ പദങ്ങൾ അറിയാമോ? പാമ്പിന്റെ മറ്റ് പര്യായ പദങ്ങൾ നാഗം, ഫണി, അഹി. ഇതൊക്കെ എന്താണ്? പാമ്പാണ്. നാഗം, ഫണി. എഴുതുന്ന കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? നാഗം, ഫണി, അഹി. ഇതൊക്കെ എന്താണ്? പാമ്പിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം. നഭസ്. ഭൂമി, സ്വർഗം, ആകാശം, വെള്ളം. ഏതാണ്? നഭസ് എന്ന് വെച്ചാൽ എന്താ? ആകാശമാണ്. ആകാശത്തിന്റെ പര്യായ പദമാണ് നഭസ്. ആകാശത്തിന്റെ മറ്റ് പര്യായ പദങ്ങൾ അറിയാമോ? അമ്പരം, വിണ്ണ്, വാനം. ഇതൊക്കെ എന്താ? ആകാശത്തിൻ്റെയാണ്. അമ്പരം, വിണ്ണ്, വാനം. ഇതെല്ലാം ആകാശത്തിൻ്റെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇത് കോർത്തിരിക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്ന ശൈലികളുടെ ശരിയായ വിവർത്തനം എഴുതുക. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പം ഇതിൻ്റെ ശരിയായ വിവർത്തനം ഏതാ? സൃഷ്ടിയാണ് ആവശ്യത്തിൻ്റെ മാതാവ്. ആവശ്യം അമ്മയാണ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. അമ്മ സൃഷ്ടിയുടെ പ്രതീകം. ഇതിലേതാണ് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ? ഇതിൻ്റെ അർത്ഥം ഏതാ? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പം ഇൻവെൻഷൻ നെസസിറ്റി എന്ന് പറയുമ്പോൾ ആവശ്യം. എന്താ ഉത്തരം ഏത് വരും? ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ഇതാണ് ഉത്തരം. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗെദർ. ഇത് ഏത് വരും? ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗെദർ. ഒരുപോലുള്ള പക്ഷികൾ ഒന്നിച്ചു പറക്കും. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. തൂവലുകൾ ഒതുക്കി പറക്കും. പറക്കുന്ന പക്ഷികൾ ഒരേ തൂവലുകൾ ഉള്ളവയാണ്. അപ്പം ഇതിൽ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാ? ബി ആണ്. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. ഇതാണ് ഉത്തരം. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ബേർഡ്സ് ഐ വ്യൂവിൻ്റെ അർത്ഥം എന്താണ്? ബേർഡ്സ് ഐ വ്യൂ. പക്ഷിയുടെ നോട്ടം, വിശാലമായ കാഴ്ചപ്പാട്, വിഹഗ വീക്ഷണം, പാർശ്വവീക്ഷണം. ഏതാ? വിഹഗ വീക്ഷണം. അങ്ങനെ തന്നെ പഠിക്കണം. വിഹഗ വീക്ഷണം എന്ന വാക്കണ്ട. വിഹഗ വീക്ഷണം. ബേർഡ്സ് ഐ വ്യൂ. അടുത്തത് 9ാമത്തെ ചോദ്യം. ബ്രൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഏതാ? ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം, ഭയങ്കര ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം. ഏതാ ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. മൃഗീയ ഭൂരിപക്ഷമാണ് ബ്രൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ. മൃഗീയ ഭൂരിപക്ഷം. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ഇതിൻ്റെ ശരിയായ വിവർത്തനം. തുരുമ്പും തൊഴിലും ഇരിക്കെ കെടും. അടിച്ചതിന്മേൽ അടിച്ചാൽ അമ്മിയും പറക്കും. ഒത്തുപിടിച്ചാൽ മലയും പോരും. കാറ്റുള്ളപ്പോൾ പാറ്റുക. അപ്പം തക്ക സമയത്ത് പ്രവർത്തിക്കുക എന്നതാണ് ഈ ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഏത് വരും? തുരുമ്പും തൊഴിലും ഇരിക്കെ കെടും അല്ല. അടിച്ചതിന്മേൽ അടിച്ചാൽ അമ്മിയും പറക്കും അതുമല്ല. ഒത്തുപിടിച്ചാൽ മലയും പോരും വേണമെങ്കിൽ അതാണെന്ന് പറയാം. പക്ഷെ എന്താ? അതല്ല. കാറ്റുള്ളപ്പോൾ പാറ്റുക. തക്ക സമയത്ത് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അതാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് പറയുന്നത്. കാറ്റുള്ളപ്പോൾ പാറ്റുക. ഓപ്ഷൻ ടി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. 11ാമത്തത്. ശരിയായ പദം എടുത്തെഴുതുക. അപ്പോൾ യശശരീരൻ എന്നാണ്. അതെങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് യശശരീരൻ? 11ാമത്തത് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. യശശരീരൻ എന്നാണ് വരുന്നത് കേട്ടോ. യശശരീരൻ എന്ന് വരും. 2 കുത്തുണ്ടെന്ന് ഓർത്തിരിക്കുക. യശശരീരത്തിന് എന്താണ്? 2 ഷായുടെ ഇടയിൽ 2 കുത്തുണ്ടെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സൂത്രം എന്ന പദത്തിൻ്റെ അർത്ഥമല്ലാത്തത് ഏതാണ്? ചരട്, കൗശലം, ഗൃഹം, യന്ത്രപ്പണി. ഏതാ സൂത്രം എന്ന പദത്തിന് അർത്ഥമല്ലാത്തതെന്നാണ് ചോദിച്ചത്. ചരട് എന്ന് പറഞ്ഞാൽ എന്താ? സൂത്രം. ചരട് വലിക്കുക എന്ന് പറയില്ലേ. കൗശലം ഒരു സൂത്രമാണെന്ന് പറയും. ഗൃഹം സൂത്രമാണോ? ഗൃഹം എന്തല്ല? സൂത്രമല്ല. ഗൃഹത്തിൻ്റെ അർത്ഥം എന്താ? വീട് എന്നൊക്കെ അർത്ഥം വരും. യന്ത്രപ്പണി സൂത്രമാണ്. അപ്പം ഗൃഹമാണ് എൻ്റെ ഉത്തരം. അടുത്ത് നോക്കൂ. ഓടുന്നവൻ എന്ന പദം പിരിക്കുമ്പോൾ എങ്ങനെ എഴുതും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ? 13ാമത്തെ ചോദ്യം എന്താണ്? ഓടുന്ന പ്ലസ് അന്നാണ് ഓടുന്നവൻ. ഓടുന്ന പ്ലസ് അൻ ആണ് എന്ത്? ഓടുന്നവൻ. അതായത് ഓപ്ഷൻ ഏത് വരും? ഓടുന്ന പ്ലസ് അൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി വരും. ഓടുന്ന പ്ലസ് അൻ. അത് ഓർത്തിരിക്കണേ. ഓടുന്ന പ്ലസ് അൻ, ഓടുന്നവൻ. അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. കണ്ണീർ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം. കണ്ണീർ, അശ്രു, മിഴിനീർ, നയനാമ്പു, രോദനം. അപ്പം കണ്ണീർ എന്ന് പറയുമ്പോൾ മിഴിനീർ എന്താണ്? കണ്ണീരാണ്. നയനാമ്പു എന്താണ്? കണ്ണീരാണ്. അശ്രു എന്താണ്? കണ്ണീരാണ്. ഇതിൽ ഉത്തരം വരുന്നത് ഏതാ? രോദനമാണ്. രോദനം എന്ന് പറയുമ്പോൾ എന്താ? വിലാപം, വിഷമം, ഇതൊക്കെയാണ് രോദനം.
ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. 15ാമത്തെ ചോദ്യം. ഭൂഷണം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഭൂഷണം, ഭൂഷണത്തിൻ്റെ വിപരീതം അഭൂഷണമാണോ, ദൂഷണമാണോ, വിഭൂഷണമാണോ, അനുഭൂഷണമാണോ? ഏതാണ് ഭൂഷണം എന്ന പദത്തിൻ്റെ അർത്ഥം? ഭൂഷണത്തിൻ്റെ ഓപ്പോസിറ്റാണ് ദൂഷണം. ഭൂഷണത്തിൻ്റെ ഓപ്പോസിറ്റ് ദൂഷണമാണ്. ദൂഷണം, ദൂഷണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ടോ, ദൂഷണം, ദൂഷണം. ഇത് തെളിയുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എൻ്റെ പേനയ്ക്കാണോ എൻ്റെ ടാബിനാണോ കംപ്ലൈൻറ്റ് നടന്നുകൂടാ. അപ്പോൾ ദൂഷണമാണ് ഉത്തരം. അടുത്ത നോക്കൂ. തെറ്റായ പദം കണ്ടെത്തുക. കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഇത് ഈ സെൻറ്റൻസിൽ ഒരു പദം എന്താണ് തെറ്റാണ്, അത് ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കുട്ടികളിൽ വായനാശീലം വളർത്താൻ മുതിർന്നവർ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഉത്തരം ഏതാണ് വരുന്നത്. വായനാശീലമാണ്. വായനാശീലം, വായനാശീലം എന്നല്ല പറയുന്നത്. പകരം നമ്മൾ എങ്ങനെ പറയുന്നത്, വായനശീലം എന്നാണ് പറയുന്നത്. വായനശീലം, വായനശീലം. നായ്ക്ക് എന്തില്ല അവിടെ, ദീർഘമില്ല. വായനശീലം എന്നാണ് പറയുന്നത്, വായനശീലം. അടുത്ത ചോദ്യം നോക്കൂ. ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ്. അപ്പോൾ യേശുദാസ് അനുഗ്രഹീത പാട്ടുകാരനാണ് പറയേണ്ടത്. അപ്പോൾ അതിൽ ശരിയായ പദം ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഏതാ, അനുഗ്രഹീതയാണോ അനുഗൃഹീതയാണോ? ഏതാ, അനുഗൃഹീതൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഗൃ എന്നാണ് പറയുന്നത്, ഗൃ. അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതാ, അനുഗൃഹീത എന്ന് ഇങ്ങനെ ഉണ്ടോ. അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. ഗൃഹം എന്ന് നമ്മൾ എഴുതില്ലേ, അതുപോലാണ് അനുഗ്രഹം. പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോഴുള്ള അവസ്ഥ, അനുഗ്രഹിക്കപ്പെട്ടു കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണ്, അത് അനുഗ്രഹമാണ് അല്ലേ, അനുഗ്രഹം. അങ്ങനെ പറയുമ്പോൾ എന്താ, അനുഗ്രഹ എന്ന് പറയും. അതായത് അത് ലഭിച്ച് കഴിയുന്ന ഒരവസ്ഥ. അതെന്താ, അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. അടുത്ത ചോദ്യം നോക്കാം. പ്രതിനിധിയായിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. പ്രതിനിധിയായിരിക്കുക, അത് പ്രതിനിധീകരിക്കുകയാണോ, പ്രതിനിധാനം ചെയ്യുകയാണോ, പ്രതിനിധവൽക്കരിക്കുകയാണോ, പ്രതിനിധാനീകരിക്കുകയാണോ? അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ട് ഇതിന് അർത്ഥം വെക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് അല്ലേ, പ്രതിനിധാനം ചെയ്യുക. പ്രതിനിധാനം ചെയ്യുക നമ്മൾ പറയുമല്ലേ, ഒരു ഇപ്പം ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് പ്രതിനിധി, ഈ മണ്ഡലത്തിലെ പ്രതിനിധിയാണ് ഇന്ന ആളെന്ന് പറയും. അപ്പോൾ അതെന്താണ്, ആ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പറയുന്നത്, പ്രതിനിധിയായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എങ്ങനെ വരുന്നത്, പ്രതിനിധാനം ചെയ്യുക എന്നാണ് പറയുന്നത്. പ്രതിനിധാനം ചെയ്യുക. അടുത്ത് നോക്കൂ. ശരിയായ വാക്ക് ഏത്? ശരിയായ വാക്ക് ഇതിൽ ഒരെണ്ണം ശരിയാണ്, ബാക്കിയൊക്കെ തെറ്റാണ്. അതിലേതാണ് ശരിയായ വാക്ക്? സ്വൈര്യം ഇങ്ങനെയാണോ എഴുതുന്നത്, സമ്രാട്ട് ഇങ്ങനെയാണോ, സൃഷ്ടാവ്, സന്തുഷ്ടം എങ്ങനെയാണ് എഴുതുന്നത്? അങ്ങനെ എഴുതുന്നത് സമ്രാട്ടാണ് ശരിയായ വാക്ക്. സമ്രാട്ട്, സമ്രാട്ട്. ഓക്കെ. സൃഷ്ടാവ് എന്ന് എങ്ങനെ എഴുതുന്നത്? സൃഷ്ടാവ് എന്ന് എഴുതുമ്പോൾ സ്രഷ്ടാവ് എന്ന് എഴുതുന്നത്. സ്രഷ്ടാവ്, സ്രഷ്ടാവ്, സ്രഷ്ടാവ്. ഈ സമ്രാട്ടിൻ്റെ മായുടെ ഫ്രണ്ടിൽ കിടക്കുന്നില്ല, അതാണ് സ്രഷ്ടാവിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ. അടുത്തത് സന്തുഷ്ടം എന്ന് എഴുതുമ്പോൾ എങ്ങനെ വരും? സന്തുഷ്ടം. സന്തുഷ്ടത്തിൻ്റെ ഡാ ഇതല്ല, സന്തുഷ്ടത്തിന് ഈ ഡായാണ് വരുന്നത്. ഓർത്തിരിക്കുമല്ലോ. അടുത്ത് നോക്കൂ. അതിജാതൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അതിജാതൻ, അതിജാതൻ എന്ന് പറയുമ്പോൾ അധികമായി ജയങ്ങൾ നേടുന്നവനാണോ, ആദ്യം ജനിക്കുന്നവനാണോ, മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവനാണോ, ചീത്തപുത്രനാണോ? ഇത് ഏതാണ് ഉത്തരം വരുന്നത്? മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ ഉള്ളവനെയാണ് എന്തെന്ന് പറയുന്നത്, അതിജാതൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ABC ഒന്നും എഴുതിയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ABC കാണുമ്പോൾ അറിയാമല്ലോ. മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് വഴി, ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ളതും കൂടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് നമ്മളിനി ചെയ്യും. അത് വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും നിങ്ങൾ പഠിക്കണം. ഈ വാക്കുകളും ഈ അർത്ഥങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് ഞാൻ ആദ്യം കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓരോ ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, എല്ലാം നോക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് അല്ല ഇതുണ്ട്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി മോക്ക് ടെസ്റ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഈ ആൻസേഴ്സ് നോക്കി എന്ത് ചെയ്യുക, അവർ തന്നെ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് ഇത് ഭയങ്കര ലാഗായിട്ട് തോന്നുന്നത് സ്പീഡ് കൂട്ടിയിട്ട് കാണാം. 2-ലോ 1.5-2 2-ലൊക്കെ ഇട്ട് കണ്ടാൽ മതി. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.